സിറിയയിലെ പ്രതിസന്ധി തുടരുന്ന പശ്ചാത്തലത്തിൽ ഇന്ത്യൻ പൌരന്മാരെ ഒഴിപ്പിക്കുകയാണ്. 75 ഇന്ത്യക്കാരെ ഇന്നലെ ലെബനനിലേക്ക് മാറ്റി. ഡമാസ്കസിലും ബെയ്റൂട്ടിലുമുള്ള ഇന്ത്യൻ എംബസികളാണ് ഓപ്പറേഷൻ ഏകോപിപ്പിച്ചതെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. അതേസമയം സിറിയയിലുടനീളമുള്ള സൈനിക കേന്ദ്രങ്ങളിൽ ഇസ്രായേൽ ആക്രമണം തുടരുകയാണ്. ഇന്നലെ നടന്ന ആക്രമണങ്ങളിൽ സിറിയൻ നാവികസേനയുടെ കപ്പൽ നശിപ്പിച്ചു. വിവരങ്ങളുമായി മനു ഭരത്താണ് ചേരുന്നത് ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന്. മനു, ഗുഡ് മോർണിംഗ്. ആക്രമണം തുടരുകയാണ് ഇസ്രായേൽ. ഇന്ത്യക്കാരെ അവിടെ നിന്ന് ഒഴിപ്പിക്കാനുള്ള ശ്രമം ഏത് രീതിയിലാണ് പുരോഗമിക്കുന്നത്? ഗുഡ് മോർണിംഗ് അശ്വതി. ഇസ്രായേലിൽ ആക്രമണം തുടരുന്നു. ഇസ്രായേൽ സിറിയയിലേക്ക് 450 തവണ ആക്രമണം നടത്തി എന്നാണ് ഇസ്രായേൽ തന്നെ വ്യക്തമാക്കുന്നത്. സിറിയയിൽ സാഹചര്യങ്ങൾ സങ്കീർണമായി തന്നെ തുടരുന്നു. അധികാര കൈമാറ്റം സുഗമമായി വേണം എന്ന നിലപാട് ഇന്ത്യ വയ്ക്കുന്നു. പക്ഷേ പ്രശ്നങ്ങൾ ഏത് സാഹചര്യത്തിലേക്ക് ഉരുത്തിരിയും എന്നറിയില്ല. അതുകൊണ്ട് പ്രധാനമായും അവിടെ നിന്ന് ഇന്ത്യക്കാരെ ഒഴിപ്പിക്കുന്നു. 75 പേരെ ഇന്നലെ ഒഴിപ്പിച്ചതിൽ 44 പേർ ജമ്മു കശ്മീരിൽ നിന്നുള്ളവരാണ്. സാധാരണക്കാരെയാണ് ആദ്യഘട്ടത്തിൽ ഒഴിപ്പിച്ചത്. മറ്റുള്ളവർ ഡമാസ്കസ് എംബസിയുമായി ബന്ധപ്പെടണം എന്ന നിർദ്ദേശം വിദേശകാര്യ മന്ത്രാലയം നൽകിയിട്ടുണ്ട്. അതിനായുള്ള ഫോൺ നമ്പർ അല്ലെങ്കിൽ ഇമെയിൽ വഴിയോ ബന്ധപ്പെടാനുള്ള നിർദ്ദേശമാണ് നൽകിയിട്ടുള്ളത്. അവിടുന്ന് ഒഴിഞ്ഞു പോകേണ്ട സാഹചര്യം പരിശോധിക്കണം എന്നാണ് ആളുകളോട് പറയുകയും ചെയ്യുന്നത്. അതേസമയം ഈ ലെബനനിലേക്ക് മാറ്റിയിട്ടുള്ള ഇന്ത്യക്കാർക്ക് ഇനി അവിടുന്ന് ലഭ്യമാകുന്ന വിമാനം വഴി ഇങ്ങോട്ടേക്ക് മടങ്ങിയെത്താനാകും. അവർ സുരക്ഷിതരാണ് എന്ന് പറയുന്നു. അവരും ഡമാസ്കസ് എംബസിയുമായാണ് നിരന്തരം ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യ ഈ സിറിയയിൽ നടക്കുന്ന വിഷയങ്ങൾ വളരെ ഗൗരവത്തോടു കൂടിയാണ് നിരീക്ഷിക്കുന്നത് എന്ന് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. അതേസമയം ഇസ്രായേൽ ശക്തമായ ആക്രമണം സിറിയക്കെതിരെ തുടരുന്നു. രാസായുധ കേന്ദ്രങ്ങളും സൈനിക കേന്ദ്രങ്ങളും ആക്രമിക്കുക എന്ന ലക്ഷ്യമാണ് ഇസ്രായേൽ എടുക്കുന്നത്. അതേസമയം ഐക്യരാഷ്ട്രസഭ ഈ സൈനിക നീക്കങ്ങൾ നിർത്തിവെക്കണം എന്ന് ഇസ്രായേലിനോട് ആവശ്യപ്പെടുകയാണ്. പക്ഷേ ഈ അധികാര കൈമാറ്റ സമയത്ത് ഈ സൈനിക കേന്ദ്രങ്ങളിലും അതുപോലെ രാസായുധങ്ങളുമൊക്കെ വിമതർ എടുക്കുകയും പിന്നീട് അത് തുടർന്ന് വിധ്വംസക പ്രവർത്തനങ്ങൾക്കൊക്കെ ഉപയോഗിച്ചേക്കുമെന്നൊക്കെയുള്ളൊരു ആശങ്ക ഇസ്രായേൽ മുന്നോട്ട് വയ്ക്കുന്നു. അതുകൊണ്ട് പരമാവധി ഈ സിറിയയിലെ ആയുധ ശേഖരങ്ങളും അതുപോലെ സൈനിക കേന്ദ്രങ്ങൾ തകർക്കുക എന്ന നീക്കം തന്നെ വളരെ ശക്തമായി ഇസ്രായേൽ തുടരുകയാണ്. ഗോളൻ കുന്നുകളിൽ ചില മേഖലകളിൽ ഈ പരസ്പരം സൈന്യങ്ങൾ ആയുധം ഉപയോഗിക്കരുത് എന്നൊരു നിയമം നേരത്തെ ധാരണ എത്തിയിരുന്നു. അതെല്ലാം ലംഘിച്ചുകൊണ്ട് ആ പ്രദേശത്തെ കൂടി ഇസ്രായേൽ കടന്നു കയറുന്നു. അത് വളരെ തന്ത്രപ്രധാനമായ സ്ഥലമാണ് എന്നുകൂടി വ്യക്തമാക്കിക്കൊണ്ടാണ് ഇസ്രായേൽ ഈ നീക്കം നടത്തുകയും ചെയ്യുന്നത്. ഏതായാലും സിറിയയിൽ വിഷയം വളരെ സങ്കീർണമായി തന്നെ തുടരുന്നു എന്നതാണ് ഏറ്റവും ഒടുവിലായി അവിടെ നിന്ന് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. ശരി, മനു ഭരത്താണ് വിവരങ്ങൾ നൽകിയത്. സിറിയയിൽ അധികാരം പിടിച്ചെടുത്ത ഹയാത്ത് തഹ്രീർ അൽ ഷാമിന്റെ ഭീകര സംഘടന പട്ടികയിൽ നിന്ന് ഒഴിവാക്കാൻ ഒരുങ്ങി യുഎസും യുകെയും. വിമത സംഘം സിറിയയിൽ സർക്കാരുണ്ടാക്കാനുള്ള നീക്കത്തിലാണ്. ഇദ്ലിബ് പ്രവിശ്യയുടെ ഭരണാധികാരിയായിരുന്ന മുഹമ്മദ് അൽ ബഷീർ കാവൽ പ്രധാനമന്ത്രിയാകും. വെറും 12 ദിവസം കൊണ്ടാണ് അസദ് ഭരണകൂടത്തെ അട്ടിമറിച്ച് വിമത സംഘം സിറിയ കൈയടക്കിയത്. മാർച്ച് 1 വരെ ട്രാൻസിഷണൽ സിറിയൻ ഗവൺമെന്റിന്റെ കാവൽ പ്രധാനമന്ത്രിയായി മുഹമ്മദ് അൽ ബഷീർ ചുമതലയേറ്റു. HTS നേതാവ് അബു മുഹമ്മദ് അൽ ജലാനി പ്രസിഡന്റാകും. HTS സിറിയൻ സർക്കാർ ഉണ്ടാക്കാൻ ഒരുങ്ങുമ്പോഴാണ് അവരോടുള്ള നിലപാട് മയപ്പെടുത്താൻ അമേരിക്ക തയ്യാറെടുക്കുന്നത്. ബ്രിട്ടനും HTSനെ ഭീകര സംഘടനാ പട്ടികയിൽ നിന്ന് ഒഴിവാക്കുന്ന കാര്യം പരിഗണിക്കുകയാണ്. അതേസമയം സിറിയൻ തലസ്ഥാനമായ ഡമസ്കസിന്റെ തെക്ക് പടിഞ്ഞാറൻ അതിർത്തിയിൽ ഇസ്രായേൽ സൈന്യം അതിക്രമിച്ചു കയറിയെന്നാണ് റിപ്പോർട്ടുകൾ. ബഫർ സോണുകളിൽ ഇസ്രായേൽ സൈന്യം നിലയുറപ്പിച്ചു. സിറിയൻ രാസായുധ കേന്ദ്രങ്ങൾക്ക് നേരെ ഇസ്രായേൽ കനത്ത ആക്രമണം നടത്തിയിരുന്നു. ഇറാനെയും ലെബനിലെ ഹിസ്ബുള്ള ഗ്രൂപ്പിനെയും പിന്തുണച്ചിരുന്ന അസദിന്റെ വീഴ്ച സ്വാഗതം ചെയ്യുന്നുവെന്ന് പ്രഖ്യാപിച്ച ഇസ്രായേൽ വിമതരുടെ മുന്നോട്ടുള്ള നീക്കങ്ങൾ സസൂക്ഷ്മം വീക്ഷിക്കുകയാണ്. ഇന്റർനാഷണൽ ഡെസ്ക്, ന്യൂസ് 18.